സൂപ്പർ സാധനം കേട്ടോ. ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. മീറ്റൊക്കെ എവിടുന്ന? ഇത്ര നല്ല ഫ്രഷ് മീനൊക്കെ നമ്മൾ എവിടുന്നായി? ഹംഗ്രി ട്രക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ വ്യത്യസ്തമായ ഒരു സീ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കടയാണ്, മതിച്ചേട്ടന്റെ കട. മതിച്ചേട്ടന്റെ കട നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് കട. മതിച്ചേട്ടന്റെ കടയിലേക്കുള്ള യാത്രയിലാണ്. കൂടെ രണ്ടുപേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്താൻ. നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ അപ്പൂസ്. അപ്പൂസേ, മതിച്ചേട്ടന്റെ കടയിൽ പോയിട്ടുണ്ടോ? എന്തോ കൂടുതൽ ഇഷ്ടപ്പെട്ട്? കാളാഞ്ചി. ഇന്ന് കാളാഞ്ചി വേണോ? അവിടുത്തെ ചെമ്മീൻ അടിപൊളിയാന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടോ പോകുന്നത്. ആദ്യമായിട്ടല്ലേ? ഇല്ല, ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ. നമ്മളിപ്പോൾ മതിച്ചേട്ടൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. മതിച്ചേട്ടൻ്റെ കട ഫുഡ് കഴിക്കാൻ വന്ന ആളുകളുടെ തിരക്കാണ്. കാറൊക്കെ കിടക്കുന്നുണ്ടോ? നല്ല തിരക്കുണ്ട്. നമുക്കെന്തായാലും നോക്കാം. അങ്ങോട്ട് പോയി വാ, കിടിലൻ സീ ഫുഡ് നമുക്ക് മേടിക്കാം. നമുക്ക് സീറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. മതിച്ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ബാ, നമുക്ക് കാണാം. കേട്ടാ, മതിച്ചേട്ടനൊക്കെ നല്ല തിരക്കില്ല കേട്ടോ. ആള് ബിസിയാണ്. നമുക്ക് ആള് ഫ്രീ ആകുമ്പോഴത്തേനും സംസാരിക്കാം. ഇവിടെയൊക്കെ നമുക്കുള്ള ചെമ്മീന് എല്ലാം പ്രിപ്പറേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്. ഇന്നെന്താ, എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യല്? അത് ചേട്ടാ, ഇത് എന്ത് തലയാ? കാളാഞ്ചിയുടെ തല അല്ലേ? കാളാഞ്ചി തലയുണ്ട്. നല്ല അടിപൊളിയായിരിക്കും. അങ്ങോട്ട് ചെന്നച്ചാൽ മതി, നിങ്ങൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഇന്നത്തെ സ്പെഷ്യലാണ് ഇത്. കൂന്തൽ. കൂന്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണവയെന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലേക്ക് കണവയെന്നാണ് പറയുന്നത്. ഇത് കൂന്തലെന്നും പറയും കേട്ടോ. ഇതെന്തുവാ? കാളാഞ്ചി. അത് ചെമ്മീന്. ഇതെന്തുവാ? ഏതാ? വാഴമീൻ. ഇത് സിലോപ്പിയാണോ? ഇത് സിലോപ്പിയ. ഇത് സിലോപ്പിയ. ദാണ്ട് ഈ കാണുന്ന വെള്ളാവോലി. ഒരു കുക്കിങ്ങിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ ടേബിൾ പിടിച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയിരിക്കാം. ഒരു സീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കൂടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ളതാണ്ട് അനീസിക്ക ഉണ്ട്, ഹാരിസിക്ക ഉണ്ട്, പിന്നെ നമ്മൾ കാറി വെച്ച് പരിചയപ്പെട്ട അപ്പൂസ്, പിന്നെ നമ്മുടെ എഡിറ്റർ നാസി. പിന്നെ എന്തൊക്കെയാ ഫുഡ് വേണ്ട? നമ്മുടെ എന്തൊക്കെയാ സ്പെഷ്യൽ ഫുഡ്? മതിച്ചേട്ടൻ്റെ ഇടയ്ക്ക് വന്ന് കഴിച്ചിട്ടുണ്ടോ നേരത്തെ? പിന്നെ 3-4 പ്രാവശ്യം ഞാൻ നേരത്തെ വന്ന് കഴിച്ചിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ചെമ്മീനും കാളാഞ്ചിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അനീസിക്കൊക്കെ ഏതാ ഇഷ്ടപ്പെട്ടെ? ഇത് കണ്ടിട്ട് കൊതിയാവുന്നു എനിക്ക്. പിന്നെ കണവ റോസ്റ്റും അടിപൊളിയാണ് ഇവിടുത്തെ. നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല അല്ലേ? ഇല്ലല്ല, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമുക്ക് നഷ്ടമൊന്നുമില്ല. അടിപൊളിയാ, എല്ലാം അടിപൊളിയാണ്. ഇത് വെറുതെ ഒരു അഭിപ്രായം പറയുമല്ലോ, ആള് നല്ലൊരു കുക്കാണ്. എന്തായാലും അതിനനുസരിച്ചുള്ള റിവ്യൂ പറയത്തുള്ളൂ. നോക്കാം. ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം 2-3 തവണയൊക്കെ വന്ന്. ഞാനിവിടെ ഓൾറെഡി നേരത്തെ വന്നിട്ടുള്ളൂ. നമ്മൾ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. നാസി ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൂസൊക്കെ പിന്നെയും വന്നിട്ടുണ്ട്. നമ്മൾ എറണാകുളം സൈഡൊക്കെ ഒരു ഉച്ച സമയത്തൊക്കെ ചേർത്തല സൈഡ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഫുഡ് ട്രൈ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇല്ല, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത് കാളാഞ്ചി, ചെമ്മീൻ, കാളാഞ്ചിയുടെ തല, പിന്നെ കൂന്തൽ ഫ്രൈ, ചോറ്. നമുക്ക് നോക്കാം. തരട്ടെ.
ചോറിനുള്ള പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മുളക് കൊണ്ടാട്ടം, അവിയൽ, അച്ചാറ്, കച്ചടി. കൂന്തൽ ആദ്യം വന്ന ഐറ്റമാണ് കൂന്തൽ. കൂന്തൽ ഫ്രൈ. കൂന്തൽ ഫ്രൈ എന്നും കണവ ഫ്രൈ എന്നും പറയേ. ചോറ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ചോറ് അവിടെ ഉണ്ട്. അപ്പോസിന് വിശപ്പുള്ളതുകൊണ്ടാണ് ചോറെല്ലാം ആദ്യം വാരിയിട്ട് കഴിക്കുക. നമുക്ക് ചോറ് കുറച്ച് കഴിക്കാം, സീ ഫുഡ് കൂടുതലും കഴിക്കാം. ഓർഡർ ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ചെയ്തിട്ട് നമ്മൾ കണവ ടേസ്റ്റ് ചെയ്യുമ്പോൾ കണവ ഫ്രൈ. സാധാരണ കണവ ഫ്രൈ ചെയ്യുമ്പം നല്ല കട്ടിയാവാറുണ്ട് കേട്ടോ. ഇത് പക്ഷെ അത്ര കട്ടിയായിട്ടില്ല. കയ്യിലെടുത്തിട്ട് കൊള്ളാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, നല്ല ടേസ്റ്റ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടോ വേണ്ട. ഇത് ടേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇയാൾക്ക് കഴിക്കാൻ. കണവ കാലിയായി കേട്ടോ. അപ്പോൾ ചോറ് മാത്രം കഴിക്കുക. നമുക്കുള്ള അടുത്ത മെനു വരുന്നേ ഉള്ളൂ. വെയിറ്റിംഗ് ആണ്. ചോറ് ചെറുതായിട്ട് കഴിച്ചു തുടങ്ങി. പിന്നെ കാളാഞ്ചി തല വന്നിട്ടുണ്ട്. കാളാഞ്ചി ഫ്രൈ. കിടിലൻ സാധനം കേട്ടോ, കിടിലൻ സാധനം. കിടിലൻ തല. അതെ 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 അതെ, നല്ല സൂപ്പർ സാധനം കേട്ടോ. നല്ല ചൂടുണ്ട്. പെപ്സിയോ കോളായോ എന്തെങ്കിലും. നല്ല ഫ്രഷ് മീൻ കേട്ടോ. നമ്മൾ ഈ ചില മീൻ കഴിക്കുമ്പോൾ നമുക്കറിയാം മീനിൻ്റെ ക്വാളിറ്റി. ആ മീറ്റിൻ്റെ ക്വാളിറ്റി നമ്മൾക്ക് രുചിക്കുമ്പോഴത്തേക്കിന് ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും, അതിൻ്റെ ഒരു ഫ്രഷ്നെസ്. ചോറൊന്നും വേണ്ട കേട്ടോ, ഈ മീൻ മാത്രമായിട്ട് നമുക്ക് കഴിയും. വേണ്ട. അടുത്ത ഐറ്റം നമ്മുടെ കാളാഞ്ചി തല. പൊളിക്കും മോനെ. കാളാഞ്ചിയുടെ തല ചെറുതായിട്ട് ഇത് എടുത്ത് കൊള്ളാം. നിങ്ങളുടെ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അടിപൊളി ജ്യൂസി കേട്ടോ. കാളാഞ്ചി ഫ്രൈ. കാളാഞ്ചി ഫ്രൈയും ചോറൂടെ ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ അല്ലേ. വീണ്ടും നമ്മളൊരു കൂന്തലൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. ഒരു കൂന്തലും ഒരു ചെമ്മീനൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ചെമ്മീൻ നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ചെമ്മീൻ. നമുക്കിത് നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വലുത് ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടത്തുള്ളൂ. എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ചെമ്മീനാണിത്. ഞാനും കഴിക്കാൻ പോകും. സൂപ്പർ. ഈ ചെമ്മീൻ്റെ മസാല കൊള്ളാം കേട്ടോ. നല്ല സൂപ്പർ മസാല. ഒത്തിരി റബ്ബറി ആയിട്ടില്ല. കൊള്ളാം. ഇതുവരെ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കാളാഞ്ചി അല്ലേ ഫ്രൈ. കാളാഞ്ചി ഫ്രൈ കൊള്ളാം. സെക്കൻഡ് ഇഷ്ടപ്പെട്ടത് അതാണ് ചെമ്മീൻ്റെ മസാല അടിപൊളി കേട്ടോ. അടിപൊളി ഒന്നും പറയാനില്ല. സൂപ്പർ. ആ ചൂട് ചോറിട്ടെ അതെ. കാളാഞ്ചിയൊക്കെ വന്ന് മിനിറ്റുകൾക്കുള്ളിൽ സാധനം തീർന്നു. അടുത്ത ടാസ്ക് തലയാണ്. കാളാഞ്ചി തല എങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്യണം. റെഡിയല്ലേ നാസി? കാളാഞ്ചി തല റെഡിയാ. എനിക്കാണെങ്കിൽ ടേസ്റ്റ് കാരണം മിണ്ടാൻ പറ്റുന്നില്ല. അനീസും ആയിട്ടുള്ള മൽപ്പിടുത്തമാണ് തലയുടെ. ഇതിന്റെ ഈ ചാറുണ്ടല്ലോ, ഇത് അടിപൊളിയാണ്. സൈഡിൽ കിടക്കണം. നീ ടൈം ലാപ്സ് എടുത്താലോ? സ്റ്റോപ്പ് ചെയ്തിട്ട് ടൈം ലാപ്സ് എടുക്കും.
അമേസിങ് അമേസിങ്. അങ്ങനെ ചെമ്മീൻ ഫ്ലൈറ്റിലെ അവസാനത്തെ ചെമ്മീനും എടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അതിലൊരു തീരുമാനമായി. അതെ, ഏകദേശം വയറ് നിറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സേവനം പൊടിച്ചാൽ നല്ല രസമായിരിക്കും. ചോറൊക്കെ എല്ലാവരും കുറച്ച് കഴിക്കുന്ന കേട്ടോ. എല്ലാവരും ഈ മീൻ തലയാണ് ഇപ്പൊ തീരാറായി. ഈ പാത്രത്തിൽ വലിയ തല കൊണ്ടുവന്നതാ. ഇപ്പൊ പാത്രത്തിൽ ചെറിയായി അതിന്റെ മുള്ളും എല്ലാം കൂടെ തീർന്നതേ. ഫിനിഷ്. തലയാണെങ്കിലും എൻ്റെ അകത്തുള്ള സ്റ്റഫ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം. മീറ്റുണ്ട്, കഴിക്കാനുള്ള മീറ്റുണ്ട്. അതെ അതെ, ഫിഷ് ലവേഴ്സിനും എന്തായാലും ഇവിടെ വരാതെ പോകരുത് കേട്ടോ. ആയിക്കൊണ്ടൊരു കടൽ പോവുക. എന്തെല്ലാം മീനാ. മതിച്ചേട്ടൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ മീനും കഴിച്ച് അവസാനം ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് പോകുമ്പോഴാണ് ഒരു കംപ്ലീഷൻ വരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കൂടെ പോയി കഴിക്കാൻ വളരെ രീതിയിൽ സഹകരിച്ചു തന്ന ഒരു കാണാൻ. ഇവിടെ മാംസമുണ്ട് ഇല്ലടാ. അവസാനം ഫിനിഷിംഗ് വർക്കാണ് നടന്നത്. അതിലൊരു താജ്മഹൽ പണിത് കേട്ടോ. ഞാനും ഈ എല്ല് തിന്നാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഇവിടെ തിരിച്ചു വെക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലാം തീർന്നു. അങ്ങനെ പോകാൻ വരട്ടെ, ഒന്നും വിടാൻ പാടില്ല. പ്രിയ, വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. സാധാരണ ഹോട്ടലുകളിൽ കൈ കഴുകാൻ വെക്കുന്ന ആ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളം കലർത്തിയാ വെക്കുന്നത്. അല്ലല്ല, ഇവിടെ അങ്ങനല്ല. ഞാൻ വെച്ചത് ഐസ്ക്രീം എടുക്കാൻ വന്നേട്ടോ. പല ഫ്ലേവർ ഉണ്ട്. പിസ്തയുണ്ട്, വാനിലയുണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, പല ഫ്ലേവർ ഉണ്ട്. അതേത് ഫ്ലേവറോ? അത് ആ യെല്ലോ കളർ ഇരിക്കോ? അതെനിക്ക് മതി. ഏതാ വേണ്ടേ? അപ്പോസിന് ഏതാ വേണ്ടേ? അവിടെ മൂന്നുപേര് 3 ഫ്ലേവർ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. തിരക്കുണ്ട് കേട്ടോ. കല്യാണ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷന് പോകുന്ന ഇത്ര ആൾക്കാരാണ് ഇവിടെ. പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, പല സ്ഥലത്തു നിന്നും ആൾക്കാർ നമ്മുടെ ആലപ്പുഴയിൽ ഈ മതിച്ചേട്ടൻ്റെ കട മാത്രം തിരക്കി വരുന്നവരുണ്ട്. അല്ലാതെ ഇവിടെ ഹൗസ് ബോട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനും വരുന്നവരുണ്ട്. ഇത് ബട്ടർ സ്കോച്ച് ആണ്. നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് തരുന്ന ചേട്ടനാണ്. എങ്ങനെ പേരെങ്ങനെ? ബിബിൻ. നമ്മുടെ പേര് നിതീഷ്. മതിച്ചേട്ടൻ്റെ ഇവിടെ ഉള്ള സ്റ്റാഫുകളാണ് ഇവരൊക്കെ. കൂടുതലും ഈ ഫുഡിന് ഇത്ര ടേസ്റ്റ് ആണെന്ന് ഇത് കൂടുതലും ഉണ്ടാക്കുന്ന എനിക്കൊന്ന് കുക്ക് എല്ലാം വീട്ടമ്മമാരാണ്. അതെ അതെ അല്ലേ? വീട്ടമ്മമാരാ. അതാണ് ഇത്രയും ടേസ്റ്റ് വരുന്നത്. ഇവര് ചൂസ് ചെയ്യുന്ന മീറ്റ്, അതായത് ഫിഷ് ഒക്കെ ആണെങ്കിലും ഫ്രഷ് മീറ്റാണ് ചൂസ് ചെയ്യുന്നത്. ഒരു മുതലാളിയാണെന്നും പറഞ്ഞിട്ട് ആള് മാറി നിൽക്കത്തില്ല. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് അവിടെ ഓരോ ബിസിനസ്സും ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സ്മോക്ക് ഫ്രീ ഏരിയ ആണ്. ഇവിടെ വെച്ചാൽ കാണാം ബീഡി കത്തിച്ച് വായി വെച്ചാൽ മതമെണ്ണ അടിച്ച് ബീഡി അടിച്ച് വായിലോട്ട് കയറ്റും. നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്ന് ചൂസ് ചെയ്ത് ഇവിടുന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുത്തോണ്ട് പോവാം കേട്ടോ. പൈസ കൊടുക്കാൻ വേണ്ടിട്ടല്ലേ? പൈസ കൊടുക്കാനും തിരക്കാം.
വേണ്ട, ഇതാണ് നമ്മുടെ മതിച്ചേട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മുതലാളിയാണെങ്കിൽ പോലും ഇതേ ജോലിക്കാരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും പാത്രം കഴുകാനാണെങ്കിലും ഇവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനും ആൾ കൂടെ ഉണ്ട്. മതിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല ഞങ്ങൾ ആലപ്പുഴ ഹരിപ്പാട് നിന്ന് വരിക. എല്ലാ ദിവസവും ഇതേപോലെ തിരക്കുണ്ടാവും അല്ലേ? നമ്മൾ ഈ മീറ്റൊക്കെ എവിടുന്ന ഇത്രയും നല്ല ഫ്രഷ് മീനൊക്കെ നമ്മൾ എവിടുന്നായി വന്നായിരുന്നല്ലേ? ഒന്ന് ചേച്ചി ഇവിടെ നിന്ന് വേണ്ട വാഷ് ചെയ്ത് എല്ലാം വൃത്തിയാക്കും. ഇത് എവിടുന്ന ചേച്ചി ഈ മീനൊക്കെ വരുന്നത്? കൊണ്ടുവരുന്നതല്ലേ? തണ്ണീർമുക്കത്തുനിന്ന്. ചേച്ചി എത്ര വർഷമായിട്ട് ഇവിടെ വാങ്ങിക്കുന്നത്? ഓക്കെ, ഫോട്ടോ ചേച്ചി എന്നാ? ഓക്കെ, ശരി ചേച്ചി. ഭക്ഷണവിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. നല്ല പാട്ടാ കേട്ടോ. ഒക്കെ വിറ്റ് പോവോ? എല്ലാം വിറ്റ് തീരുവോ കൊണ്ടുവരുന്ന ലോട്ടറിയൊക്കെ? എന്നെ കൊണ്ട് അവര് പാട്ട് പാടിച്ച എനിക്ക് 1500 രൂപ. ഇവിടെ എല്ലാരും കൂടെ ഇരുന്ന് ഭയങ്കര കൈകൊണ്ടും തിരിയുമ്പോൾ എന്റെ നടുക്ക് നിർത്തി അവരുടെ അവിടെ പാടിയാൽ എന്നെ കൊണ്ടിരുത്തി അവരെല്ലാരും കൂടി വളർന്നു നിന്ന് പാടിച്ചല്ലേ? സന്തോഷമായ അന്നേരം. ഈ കണ്ണ് പൂർണ്ണമായിട്ടും കാണാൻ വയ്യ അമ്മയ്ക്ക്, എങ്കിലും പറ്റുന്ന ആരോഗ്യം വെച്ചിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കുക കേട്ടോ. ലോട്ടറിയൊക്കെ എടുത്ത് ജീവിക്കുകയാണ്. അതെ. ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നവർ ലോട്ടറി എടുക്കാൻ താല്പര്യമില്ലെങ്കിലും അമ്മയുടെ ഒരു 10, 20, 50 നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സഹായിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാര്യം ആ ഒരു പ്രായത്തിലും ഒരു ജീവിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതിനെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇവിടെ എല്ലാവർക്കും സംശയം, തോട്ടപ്പള്ളി സ്പിൽവേയിൽ 35 ഷട്ടറാണോ അതോ കുറവാണോ കൂടുതലാണോ എന്ന് സംശയം. അത് എണ്ണി തിട്ടപ്പെടുത്താനായിട്ടുള്ള യാത്രയിലാണ്. അനീസിക്ക് എത്ര ഉണ്ടെന്നാ പറയുന്നത്? അവനിപ്പോ 41 എണ്ണി. ആർസിക്ക് എത്ര ഉണ്ടെന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞു അത് 35 40 എണ്ണം കാണും. എന്റെ അഭിപ്രായത്തിൽ ഈ സെന്റർ സ്ഥലം കണ്ട് ഇതൊന്ന് 50, 41. അതെ, കറക്റ്റ് 41 ഷട്ടർ. ഇവിടെ ഡൗട്ട് തീർന്നിട്ടില്ല, വീണ്ടും ഷട്ടർ ആണോ? 4, 5, 40ആണോ 41ആണോ? എന്തേലും ആട്ടെ. തോട്ടപ്പള്ളി ചീപ്പ് പോലെ കിടന്നിട്ടുണ്ട്. ഫ്രഷ് കരിമീനൊക്കെ വേണമെങ്കിൽ ഇതിൽ കൂടെ പോയി. ഫ്രഷ് ഒന്നും അല്ല, ചില സമയത്ത് മേടിച്ചിട്ട് നമ്മളെ കുറ്റം വരല്.